ശൈത്യകാലമാകുന്നതോടെ ഡൽഹിയെ തേടിയെത്തുന്ന ചില അതിഥികളുണ്ട്. മാലിന്യം പേറുന്ന യമുനയെ മനോഹരമാക്കുന്ന വിരുന്നുകാരാണ് അവർ. മഞ്ഞുകാലം കഴിയുന്നതോടെ അവർ യമുനാ തീരത്തെ വിട്ടുപോകും. കാതങ്ങൾ താണ്ടി കാളുന്തിയെ തേടിയെത്തുകയാണവർ. വെളുപ്പും ചാരവും നിറഞ്ഞ സൈബീരിയൻ പക്ഷികൾ. ശൈത്യകാലമെത്തിയാൽ ഡൽഹി യമുനാഘട്ടിങ്ങനെ പക്ഷികളുടെ പറുദീസയായി മാറും. മഞ്ഞുപാളികൾക്കിടയിലൂടെ എത്തുന്ന നേർത്ത സൂര്യപ്രകാശം. ശാന്തമായി ഒഴുകുന്ന യമുനാ തീരത്ത് ചിറകടിച്ചെത്തുന്ന പക്ഷികൾ തണുത്തുറഞ്ഞ ജലപ്പരപ്പിന് മുകളിലൂടെ ഒന്നിച്ചു നീങ്ങും. ചെറുമത്സ്യങ്ങളും തീരത്തെത്തുന്നവർ നൽകുന്ന ഭക്ഷണവും കഴിച്ച് പക്ഷികൾ ഉദയാസ്തമയങ്ങളിൽ യമുനയുടെ മനോഹര കാഴ്ചകളായി മാറും. यहाँ पे आते हैं सुबह 5 बजे से 10 बजे तक, शाम तक मतलब आते ही रहते हैं. ये आती है दिवाली से पहले और होली के बाद चली जाती है. പല നിറങ്ങളിലുള്ള ചെറുവള്ളങ്ങളിൽ യമുനാ ഘാട്ടിലൂടെ യാത്ര നടത്തി പക്ഷികളെ അടുത്തു കാണാം. 3 മാസക്കാലം യമുനയുടെ ആതിഥേയത്വം സ്വീകരിച്ച് പക്ഷികൾ മടങ്ങും. പിന്നീട് അടുത്ത ശൈത്യകാലം വരെ പക്ഷികളെ കാളുന്തി കാത്തിരിക്കും. ശൈത്യകാലം കഴിയും വരെയും ഈ പക്ഷികൾ യമുനാ തീരത്തുണ്ടാകും. മഞ്ഞുറഞ്ഞ യമുനയുടെ തീരങ്ങളിൽ ഇവർ മനോഹരമായ കാഴ്ചകൾ ഒരുക്കും. യമുനാ തീരത്ത് നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.